മഴ തുടങ്ങിയതോടെ കാസർഗോഡ് നീലേശ്വരത്ത് FCI ഗോഡൌൺ പരിസരവും അനുബന്ധ റെയിൽവേ ട്രാക്കും ധാന്യങ്ങളുടെ അവശിഷ്ടങ്ങൾ അഴുകി ചീഞ്ഞ് നാറുകയാണ്. അസഹനീയമായ ദുർഗന്ധം ആയിരങ്ങളായ യാത്രക്കാരെയും നാട്ടുകാരെയും ദുരിതത്തിലാക്കുന്നു. റെയിൽവേ സ്റ്റേഷന് സമീപത്തായുള്ള ഗുഡ്സ് ഷെഡ് റോഡിൽ മലിനജലം കെട്ടിക്കിടക്കുകയാണ്. നീലേശ്വരത്ത് FCI ഗോഡൌണിലേക്ക് ഗുഡ്സ് ട്രെയിനുകളിൽ നിന്ന് അരി കയറ്റിറക്ക് നടത്തുന്ന 1-ാം നമ്പർ പ്ലാറ്റ്ഫോം പ്രദേശം വൃത്തിഹീനമായിട്ട് ഒരു മാസത്തോളമായി. മഴ തുടങ്ങിയതോടെ കയറ്റിറക്കിനിടെ താഴെ വീണ അരിയും ഗോതമ്പും കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ അഴുകിയാണ് ദുർഗന്ധം വമിക്കുന്നത്. നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാനെത്തുന്ന യാത്രക്കാർക്കും പരിസരവാസികളിലും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വിധത്തിലാണ് ധാന്യാവശിഷ്ടങ്ങൾ അഴുകിയുള്ള ദുർഗന്ധം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ FCI ഗോഡൌണിൻ്റെ വരുന്ന ദുർഗന്ധം. ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി നടത്തുമ്പോൾ ഇറക്കുമതി നടത്തുന്ന സമയത്ത് അത് പുറത്തേക്ക് പോവുകയും അതിൻ്റെ ഭാഗമായി വെള്ളം കെട്ടി നിൽക്കുന്നതിൻ്റെ ഭാഗമായി അത് നനഞ്ഞ് കുതിർന്ന് അത് ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്നു. ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണത്. ഇവിടെ നിന്ന് വെള്ളത്തിൽ നിന്ന് വരുന്ന കുത്തനും യാത്രക്കാരുടെ ദേഹത്ത് വന്ന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ചൊറിച്ചലിനും ഇടയാക്കുന്നുണ്ട്. സംഭവം പലതവണ FCI അധികൃതരുടെയും റെയിൽവേയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ശുചീകരണ നടപടികളില്ല. ശാസ്ത്രീയമായ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കി മലിനജലം തളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്.